ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവുകയാണ്. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻറൽലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന റീഡിംഗ് ആണ്. പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് മാത്രമാണ് ഇവിടെ ആവശ്യം. നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജിയും നിങ്ങളുടെ എനർജിയുമാണ് നോക്കുന്നത്. അവർ നിങ്ങളെ ഓർക്കുന്നുണ്ടോ? നിങ്ങളും അവരും സെപ്പറേഷനിൽ വന്നിട്ട് അവർക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് നോക്കാം. ആദ്യത്തെ കാർഡ് റിവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത്. ജഡ്ജ്മെന്റ് റിവേഴ്സ് ആണ്. പ്രിൻസസ് ഓഫ് പെൻഡക്കിൾ, ദ ഹീറോയിന്റ്, ജസ്റ്റിസ്, Knight of Swords, the World, Queen of Swords. 7 കാർഡ് നമ്മളെടുത്ത് കഴിഞ്ഞു. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ എന്താണ് കാർഡ്സ് പറയുന്നത് നോക്കാം. ആദ്യത്തെ കാർഡ് കണ്ടോ, ജഡ്ജ്മെൻ്റ് ആണ്, റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെ കാർഡ് പറയുന്നത് സെൽഫ് ഡൗട്ട് എന്നാണ്. നിങ്ങളുടെ പേഴ്സണ് അവരെ തന്നെ സംശയിക്കുന്ന ഒരു സാഹചര്യത്തെ കാണിക്കുകയാണ്. ചുറ്റുമുള്ള വ്യക്തികൾ മുഖമൂടി അണിഞ്ഞവരാണെന്ന് അവർ തിരിച്ചറിയുന്നു. ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ മാറിപ്പോയിട്ടുള്ളത്, ഇവിടെ വ്യക്തികളാവാം, അവരെ നിങ്ങളിൽ നിന്നും വേർതിരിച്ചിട്ടുണ്ടാവുക. അവരുടെ എനർജി നോക്കുമ്പോൾ ഒരു നെഗറ്റീവ് എനർജി ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുകയാണ്. അവർ ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച് തന്നെയാണ്. പാസ്റ്റിലെ എനർജി സ്റ്റോറി എന്നാണ് കാർഡ് പറയുന്നത്. സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലൂടെ അവർ പോവുകയാണ്. അവർ ചെയ്ത തെറ്റ് എന്തെന്ന് മനസ്സിലാക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. സത്യം എന്തെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ സ്നേഹം ജനുവനാണ്, ആത്മാർത്ഥമായിട്ടുള്ളതാണെന്ന് തിരിച്ചറിയുന്ന നിമിഷത്തെ തന്നെയാണ് ഇവിടെ റിവേഴ്സ് കാർഡ് പറയുന്നത്. ഇവിടെ പ്രിൻസസ് ഓഫ് പെൻഡക്കിളിൻ്റെ എനർജിയാണ്. മാനിഫെസ്റ്റിംഗ് ന്യൂ എന്നാണ് കാർഡ് പറയുന്നത്. ഓപ്പർച്യൂണിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ മറക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ പരമായിട്ട് നോക്കുമ്പോൾ, കരിയർ പരമായിട്ട് നോക്കുമ്പോൾ അവർ പുതിയൊരു പാത തിരഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് അറിഞ്ഞിട്ടുമുണ്ട്. ഇവിടെ ഒരുപാട് വ്യക്തികളെ അവർ പരിചയപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ന്യൂ കണക്ഷനെ കാണിക്കുന്നുണ്ട് അവരുടെ കരിയറിൽ, അവരുടെ ജീവിതത്തിൽ. എങ്കിൽ ആരാണ് ശരിയെന്ന് അവർ തിരിച്ചറിയുന്ന നിമിഷത്തെയാണ് ഇവിടെ കാണിച്ചു തരുന്നത്. ഒരുപാട് വ്യക്തികളെ അവർ പരിചയപ്പെടുന്നു, ഒരുപാട് അനുഭവങ്ങളിലൂടെ അവർ പോകുന്നു, നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരിലേക്ക് വരുന്നു. ഇവിടെ റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട്, യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് പ്ലാൻ ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള അവസരത്തിനായിട്ട് വെയിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. തിരിച്ചറിവിൻ്റെ സമയമായി എന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങളെന്ന വ്യക്തിയെ അവർ സ്വപ്നം കാണുന്നുണ്ട്. നിങ്ങളെ മറക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നവർ തിരിച്ചറിയാണ്. അവരിലേക്ക് വന്നിട്ടുള്ള ഏതൊരു പ്രോഗ്രസ് ആണെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥന തന്നെയാണ്, നിങ്ങൾ തന്നെയാണ് ആ ഒരു പ്രോഗ്രസ്സിലേക്ക് അവർ എത്തിച്ചിട്ടുള്ളത് എന്നവർ തിരിച്ചറിയുന്ന നിമിഷത്തെയാണ് കാണിക്കുന്നത്. ദ ഹീറോയിന്റ് ട്രഡീഷൻ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയെ കാണിക്കുന്നു. ഒരുപാട് ലെസൺസ് പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ കാണിക്കുന്നു. എവേക്കനിങ് ആണ് പറയുന്നത്. ഒരുപാട് അനുഭവങ്ങളിലൂടെ പോകുമ്പോൾ തിരിച്ചറിവ് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ സംഭവിക്കുന്നത് യൂണിവേഴ്സ് പറയുകയാണ്. ഇവിടെ അവരുടെ കരിയറിൽ കുറച്ച് ട്രെയിനിങ്ങിനെ കാണിക്കുന്നുണ്ട്. അവർ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നുണ്ട് എന്ന രീതിയിലാണ് ഇവിടെ എഡ്യൂക്കേഷൻ ഓർ ട്രെയിനിങ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുള്ളത്, ഹീറോയിന്റ് കാർഡ്. ഒരുപാട് അനുഭവങ്ങൾ അവരിലേക്ക് വരുമ്പോൾ, ഒരുപാട് പാഠങ്ങൾ അവർ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ലൈഫിനെ തന്നെ കാണുമ്പോൾ ഇവിടെ നിങ്ങളില്ല എന്നുള്ളൊരു തിരിച്ചറിവ് കാണിക്കുകയാണ്. അപ്പോൾ അവർ തിരിച്ചറിയുന്നത് അവരുടെ ലൈഫ് പ്രോഗ്രസ്സിൽ എത്തണമെങ്കിൽ അവർ തന്നെയാണ് അവരിലെ ഗുരു, അവർ തന്നെയാണ് അവരിലെ മെൻറ്റർ എന്നവർ തിരിച്ചറിയണം. ആ ഒരു തിരിച്ചറിവ് തന്നെയാണ് നിങ്ങളിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരുന്നത്. ഇവിടെ നിങ്ങളെന്ന വ്യക്തിയുടെ
ആ ഒരു സ്നേഹം ആത്മാർത്ഥമാണെന്ന് തിരിച്ചറിയുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. പുതിയ വിശ്വാസങ്ങൾ അവരിലുണ്ടാകുന്നു. നിങ്ങൾ അവർക്ക് ആത്മാർത്ഥമായിട്ടുള്ളൊരു പേഴ്സൺ ആണെന്ന് തിരിച്ചറിയുന്നു. നിങ്ങളുടെ സ്നേഹത്തെ, ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹത്തെ അവർ തിരിച്ചറിയാണ്. ജസ്റ്റിസ്. ഇവിടെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ബാലൻസ് തരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത്. വിസ്ഡത്തെയാണ് കാർഡ് പറയുന്നത്. ഇവിടെ ഒരു കർമ്മ എൻഡ് ആയിക്കൊണ്ട്, ബാഡ് കർമ്മ എൻഡ് ആയിക്കൊണ്ട് നിങ്ങളിലേക്ക് പോസിറ്റീവ് എനർജി വരുന്നു എന്ന് കാർഡ്സ് പറയുന്നു. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നിങ്ങളിലേക്ക് വരാണ്. ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, അനുഭവങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളാണ് ശരിയെന്ന് അവർ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ബാലൻസ് തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇവിടെ നാച്ചുറൽ ലോ എന്നാണ് കാർഡ് പറയുന്നത്. ഇവിടെ വിധി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ നിന്നാണ്. പ്രപഞ്ചമാണ് നിങ്ങളുടെ ജീവിതത്തിന് എന്ത് വേണമെന്ന് തീരുമാനിക്കുന്നത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ജനുവിനാണോ, നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമായിട്ടുള്ളതാണോ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ റീഡിംഗ്. നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചുവരവ് തന്നെയാണ് കാണിക്കുന്നത്. നൈറ്റ് ഓഫ് സോർട്സ്. അവരിലെ തീരുമാനത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരികയാണ്. ഉറച്ച തീരുമാനത്തോടു കൂടി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത്. അവരിലെ അംബീഷനെ, അവരിലെ പ്രോഗ്രസ്സിനെ ഇവിടെ കാണിക്കുന്നു. അവരെടുക്കുന്ന തീരുമാനം സക്സസ്സിലേക്ക് എത്തുന്നു. നിങ്ങളില്ലാതെ അവർക്ക് പൂർണ്ണതയിൽ എത്താൻ പറ്റില്ല എന്ന് തന്നെയാണ് അവർ തിരിച്ചറിയുന്നത്. ഇവിടെ യൂണിവേഴ്സ് അവരെ സഹായിക്കുന്നുണ്ട് അവരുടെ സ്വപ്നങ്ങളിലേക്ക് എത്താനായിട്ട്. അവരുടെ സ്വപ്നം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. സത്യം എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ക്വിക്കായിട്ടുള്ളൊരു ആക്ഷൻ തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഇന്ന് നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുള്ള എനർജീസ് ആണെങ്കിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവർക്ക് നിങ്ങളില്ലാതെ അത് പറ്റില്ല. യൂണിവേഴ്സ് ആ ഒരു സത്യം അവരെ മനസ്സിലാക്കി കൊടുക്കുന്നതായിട്ടാണ് കാർഡ് പറയുന്നത്. വേൾഡാണ്, ഒരു കംപ്ലീഷനെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പൂർണ്ണതയിൽ എത്തിയിട്ടില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. സൺ, മൂൺ, വേൾഡ് ഈ കാർഡുകളൊക്കെ കിട്ടുകയാണെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ്, നമ്മുടെ ലൈഫിലേക്ക് വരുന്ന ചേഞ്ചിനെയാണ് കാണിക്കുന്നത്. ഇവിടെ വേൾഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു കംപ്ലീഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചുവരവ് തന്നെയാണ് കാണിക്കുന്നത്. അച്ചീവ്മെൻ്റ് എന്നാണ് കാർഡ് പറയുന്നത്. നിങ്ങൾ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി ഫ്യൂച്ചറിലേക്ക് പോവുകയാണ്. ഹാപ്പി ലൈഫിനെയാണ് കാണിക്കുന്നത്. അബണ്ടൻസ് എന്നാണ് കാണിക്കുന്നത്. കുറേ പേർക്ക് യാത്രകളെ കാണിക്കുന്നുണ്ട്, ട്രാവലിങ്ങിനെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ കാണുവാനായിട്ടുള്ള സാഹചര്യം തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഇവിടെ അവർ സ്നേഹമാണ് എന്നാണ് പറയുന്നത്. അവർ സ്വയം പറയുന്നത് ഐ എം ലവ്. നിങ്ങളിലേക്ക് വന്നാൽ മാത്രമേ ആ ഒരു സ്നേഹം പൂർണ്ണതയിൽ എത്തുള്ളൂ എന്നവർ തിരിച്ചറിയുന്നു. അവയർനെസ് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു സമയത്ത് പാസ്റ്റിൽ അത്ര കണ്ട് നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ടായില്ല. എന്നാൽ വേൾഡ് കാർഡ് പറയുന്നത് നിങ്ങളാണ് ലോകം എന്നവർ തിരിച്ചറിയുന്നു. നിങ്ങളില്ലാതെ പറ്റില്ല എന്നവർ തിരിച്ചറിയുന്നു. അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ നല്ല ദുഃഖമുണ്ട് കേട്ടോ. അതുതന്നെയാണ് വരാനായിട്ട് അവർ ഒരുങ്ങുന്നത്. ഇവിടെ കിട്ടിയിട്ടുള്ള കാർഡ് ക്യൂൻ ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. തോട്ട് ലീഡറെ പോലെ തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. അവരിലെ ഡിസിഷൻ എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ്. എക്സലൻ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേറ്ററെയാണ് കാണിക്കുന്നത്. ലോജിക് റൂൾസിനെ വീണ്ടും കാണിക്കുന്നു. ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് പറയുന്നു. നിങ്ങൾക്ക് അവരെ വിശ്വസിക്കാം. മറ്റുള്ള വ്യക്തികളുടെ എനർജി തന്നെയാണ് നിങ്ങളെയും അവരെയും തമ്മിൽ പിരിച്ചിട്ടുള്ളത് എന്ന് പറയുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർ ഇടപെട്ടിട്ടാണ് ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്ന് അവർ തിരിച്ചറിയാണ്. സീക്കിംഗ് ട്രൂത്ത് എന്നാണ് പറയുന്നത്. സത്യം എന്തെന്ന് മനസ്സിലാക്കിയിട്ട് ബി ഇൻ ഡയറക്റ്റ് എന്നാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തുകയാണ്. ഇവിടെ നിങ്ങളിലേക്ക് വരുന്നത് വിസ്ഡം ആൻഡ് ക്ലാരിറ്റിയാണ്. പൂർണ്ണമായിട്ടും വിശ്വസിക്കുക, യൂണിവേഴ്സൽ ട്രസ്റ്റ് ചെയ്യുക എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അത്ര കണ്ട് സ്നേഹിക്കുന്ന നിമിഷത്തെ കാണിക്കുകയാണ്. അവർക്ക് നിങ്ങളോട് യാതൊരു രീതിയിലുള്ള വെറുപ്പുമില്ല, വിദ്വേഷമില്ല. തിരിച്ചറിയപ്പെടുന്നു, നിങ്ങളാണ് ശരിയെന്ന് തിരിച്ചറിയപ്പെടുന്നു. 2 കാർഡ് വീണിട്ടുണ്ട്. നോക്കാം. ഫാസ്റ്റായിട്ട് എടുത്ത് പോവുകയാണേ, കുറച്ചധികം തിരക്കുണ്ട്. ഓക്കെ,
ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളൊരു കാർഡാണ്. കാണുന്നുണ്ടോ? ഇവിടെ പറയുന്നത് ഐ സീ യുവർ സൈഡ് ഓഫ് ദി സ്റ്റോറി. ഇവിടെ അവർ തിരിച്ചറിയാണ് നിങ്ങളുടെ ജീവിതം എന്തെന്ന്. ഇവിടെ സ്റ്റോറിയാണ് കാണിക്കുന്നത്, അണ്ടർസ്റ്റാൻഡിംഗ് ആണ് കാണിക്കുന്നത്, മനസ്സിലാക്കപ്പെടുന്ന സാഹചര്യത്തെയാണ് കാണിക്കുന്നത്. നിങ്ങൾ അവർക്ക് ആരായിരുന്നു എന്ന് അവർ മനസ്സിലാക്കുകയാണ്. കെമിസ്ട്രി എന്നുള്ളൊരു കാർഡാണ്. ഐ ഹാവ് നെവർ ഫെൽറ്റ് എ പാഷൻ ദിസ് ഇൻറ്റൻസ്. ഇത്രയും തീവ്രമായിട്ടുള്ള ഒരു അഭിനിവേശം ഞാൻ എവിടെയും ഒരിക്കലും അനുഭവിച്ചിട്ടില്ല എന്ന് പറയാണ്. നിങ്ങളെ അത്രയേറെ സ്നേഹിക്കുന്ന, നിങ്ങളോട് തോന്നുന്ന ആ ഒരു സ്നേഹത്തെ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. കെമിസ്ട്രിയാണ് പറയുന്നത്. വാല്യൂസ്, വി ഹാവ് ടു മെനി ഡിഫറൻസ്. നമുക്കിടയിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് എന്ന് പറയുകയാണ്. ആ ഒരു കാര്യം കൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളത്. ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് മണിക്കാണ്, അവരുടെ കരിയറിനാണ്. ആ ഒരു കാര്യം കൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ മാറിപ്പോയിട്ടുള്ളത് എന്ന് അവർ ചിന്തിക്കുകയാണ്. മാറ്റം വന്നു എന്നാണ് പറയുന്നത്. ഇന്ന് നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയുന്ന നിമിഷത്തെ. റെസ്പോൺസിബിലിറ്റീസ്, ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് മെനി ഫിനാൻഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്സ്. അപ്പോൾ അവരൊന്നുകൂടി പറയുകയാണ്, എന്താണ്, എനിക്ക് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ എനിക്ക് സാമ്പത്തികപരമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി മാത്രമല്ല, വൈകാരികപരമായിട്ടുള്ള ആവശ്യങ്ങളും ഉണ്ടായിരുന്നു എന്നവർ പറയുകയാണ്. അതുകൊണ്ടാണ് അവർ മാറിപ്പോയത് എന്ന് പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഫാമിലി ഇതിലൊരു ഘടകം തന്നെയാണ്. ഓവർമോട്ട്, ദ സ്ട്രെസ് ഫ്രം ദിസ് ഈസ് ഡ്രെയിനിങ് മീ. ഇതിൽ നിന്നുള്ള സമ്മർദ്ദം എന്നെ തളർത്തുന്നു എന്നവർ പറയുകയാണ്. അതായത് നിങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടുള്ളത്, നിങ്ങളെ വേദനിപ്പിച്ചത് അവർ ഓർത്തെടുക്കുകയാണ്. അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. അവർ സമ്മർദ്ദത്തിലാവുകയാണ് എന്നാണ് പറയുന്നത്. ഹോപ്പ്, ഐ ഹാവ് ഇറ്റ് ഗിവൻ അപ്പ് ഓൺ അസ് യെറ്റ്. ഞാൻ ഇതുവരെ നിങ്ങളെ കൈവിട്ടിട്ടില്ല. നിങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടുള്ളത് ശരിയാണ്, നിങ്ങളെ കൈവിട്ടിട്ടില്ല എന്നവർ പറയുകയാണ്. അപ്പം നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുത്തിയ കാര്യത്തിൽ തന്നെയാണ് ദുഃഖം. ഷേഡോ സൈഡ് എന്നുള്ളൊരു കാർഡും കൂടി എടുത്തിട്ടുണ്ട് ഞാൻ, കാരണം ഒരു പൂർണ്ണത ലഭിക്കണം. യു മെയ്ഡ് മീ റിയലൈസ് മൈ ഫ്ലോസ്. എൻ്റെ പോരായ്മകൾ മനസ്സിലാക്കാനായിട്ട് നീയാണ് പ്രേരിപ്പിച്ചത്, നീയാണ് കാരണമായതെന്ന് പറയാണ്. അപ്പോൾ അവരിലെ തെറ്റ് തന്നെയാണ് അവരിപ്പോൾ മനസ്സിലാക്കുന്നത്. നിങ്ങളില്ലാതെ അവർ സമ്മർദ്ദത്തിലായേക്കാണ്. നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് ഡിസിഷൻ. അവരുടെ വാക്കുകളാണ് ഓറക്കിൾ ഡെക്ക് പറയുന്നത്. കുറേ നാളായി ടൈം കാർഡ് എടുത്തിട്ട് ഒത്തിരി പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട്, ടൈം കാർഡ് എന്താ എടുക്കാത്തേ ചോദിച്ചിട്ട്. ഓൺ എനി വെൻസ്ഡേ എന്നുള്ളൊരു കാർഡാണ്. കാണുന്നുണ്ടോ? നാളെ വെൻസ്ഡേ ആണ് കേട്ടോ. നാളെ ആവാം. ഓൺ ഡേറ്റ് 3, 12, 21, 30 of this or next month, take your teachers or ഗുരുസ് ബ്ലെസ്സിങ്സ്. അപ്പോൾ ആരുടെ അനുഗ്രഹമാണ് വേണ്ടത്? ഗുരുവിൻ്റെ. പ്രാർത്ഥിക്കൂ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗുരുവിനോട്, നിങ്ങളുടെ പ്രപഞ്ചശക്തിയോട് പ്രാർത്ഥിക്കാം. ഓക്കെ, ഇൻ 19 days, 19 ദിവസം 3 കാർഡ് എടുക്കണുള്ളൂ കേട്ടോ. ഇപ്പോൾ ഈ 3 കാർഡിൽ ഏത് കാർഡാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം. ഇവിടെ ഓൺ എനി വെൻസ്ഡേ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ ഗുരുവിൻ്റെ ബ്ലെസ്സിങ്സ്, ടീച്ചറുടെ ബ്ലെസ്സിങ്സ് ഒക്കെ ആവശ്യമാണ്. 19 ദിവസം എന്ന് കിട്ടിയിട്ടുണ്ട്, കാണുന്നില്ലേ? ഓക്കെ, അപ്പോൾ റീഡിങ് ഞാൻ നിർത്തുകയാണ്. ഈ റീഡിങ് നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം, ഇല്ല വെച്ച് കഴിഞ്ഞാൽ വിട്ടുകളയാം. ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ, നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.